നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നാം അവതരിപ്പിക്കുന്നത് മേടസംക്രമവും അതിന്റെ ഫലങ്ങളുമാണ്. മേടസംക്രമ ഫലവും സംക്രമ ഫലത്തിൽ വരുന്നത് സൂര്യസംക്രമത്തിന്റെ ഫലവും അതേപോലെ തന്നെ ദേവതാ ഉദയത്തിന്റെ ഫലവും പ്രത്യേകമാണ്. മറ്റ് നക്ഷത്ര ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫലപ്രവചന രീതിയാണ് ഇത്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോയെ സമീപിക്കുക. 27 നക്ഷത്രങ്ങളുടെയും പ്രത്യേകം അത്തരത്തിൽ സംക്രമ ഫലവും നക്ഷത്ര ഫലങ്ങളും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്ര ഫലങ്ങളും പ്രത്യേകമായിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ദേവതാ ഫലവും സംക്രമ ഫലവും നക്ഷത്ര ഫലവും ഒക്കെ പരസ്പരം വ്യത്യസ്തങ്ങളായിരിക്കാം. എല്ലാത്തിലും നല്ലത് വരികയാണെങ്കിൽ അത് ആ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണപ്രദവും, മധ്യമമാണ് എങ്കിൽ അതിനനുസരിച്ചും, ദോഷമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളും ചെയ്ത് വരുന്ന ഒരു വർഷക്കാലം മുന്നോട്ട് പോവുക. അതായത് മേടമാസത്തിലെ സംക്രമവും അതിനുശേഷം അടുത്ത മേടം വരെയുള്ള സംക്രമത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1 തീയതി വിഷു മുതൽ കൊല്ലവർഷം 1202 ആണ്ട് മീനമാസം അവസാനം വരെയുള്ള ഒരു വർഷത്തെ വിഷു സംക്രമ ഫലവും ദേവതാ ഫലവും നക്ഷത്ര ഫലവുമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അതായത് 2026 വിഷു മുതൽ അടുത്ത വിഷുവിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ ഫലം. ഇപ്പോൾ നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇപ്പോൾ നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ സംക്രമ ഫലത്തെ നോക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ആദിശക്കമാണ്. അതുകൊണ്ട് തന്നെ സർവാഭീഷ്ട സിദ്ധി, സത്കീർത്തി ഇവ ഫലമായി പറയേണ്ടിയിരിക്കുന്നു. ബ്രഹ്മാവാണ് ദേവത. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള വർഷമായിരിക്കും. ഇപ്പോൾ നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ വരുന്ന വിഷുവർഷത്തെ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. ഭക്ഷണപ്രിയരും പരോപകാരികളും സംഭാഷണ പ്രിയരുമായിരിക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. പൊതുവെ മേധാവിത്വ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്നവരായിരിക്കും ഇവർ. ധനലാഭം, ആഗ്രഹ സാഫല്യം, പുതിയ കാര്യങ്ങളിൽ വിജയം, ജോലി കാര്യങ്ങളിൽ അനുകൂല സാഹചര്യങ്ങൾ എന്നിവയൊക്കെ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷത്തിൽ ഉണ്ടാകുന്നതാണ്. ബിസിനസ് ആവശ്യത്തിന് യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. സംരംഭകർക്ക് വിജയങ്ങൾ ഉണ്ടാകും. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ബാലാരിഷ്ടതകൾ ഉണ്ടാകാം. 3 വയസ്സ് മുതൽ 13 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അരിഷ്ടതകൾക്കും മറ്റ് എല്ലാ തരത്തിലുള്ള ദോഷാനുഭവങ്ങൾക്കും മുക്തി ഉണ്ടാകാം. അതേപോലെ തന്നെ സുഖാനുഭവങ്ങളും ലഭിക്കാം. 13 വയസ്സ് മുതൽ 20 വയസ്സുവരെയുള്ള കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ വിജയവും കായിക രംഗത്ത് നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകാം. 20 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ളവർക്ക് ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും പടിപടിയായിട്ടുള്ള നേട്ടം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. 38 വയസ്സ് മുതൽ 54 വയസ്സ് വരെയുള്ളവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഇടയുണ്ടാകുന്നതാണ്. 54 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ളവർക്ക് പ്രായേണ ധനനഷ്ടം, മാനഹാനി, രോഗക്ലേശങ്ങൾ, ബന്ധനം, കർമ്മവിഘ്നം എന്നിവയൊക്കെ ഉണ്ടായേക്കാം. 73 വയസ്സിന് മുകളിൽ ഉള്ള കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് കാര്യവിജയവും പുത്രസുഖവും ധനസമൃദ്ധിയും ഫലമായി പറയേണ്ടതാണ്. മേടം, ഇടവം രാശികളിലായി വരുന്ന നക്ഷത്രമാണ് കാർത്തിക. ഇടവക്കൂറുകാർക്ക് ധാരാളം നേട്ടങ്ങൾ വന്നെത്തുന്ന വർഷമാണ്. കാര്യനിർവഹണം സുഗമമാകുന്നതാണ്. തൊഴിലിൽ മുന്നേറ്റം സാധ്യമാകുന്നതാണ്. സ്വപ്നം കണ്ട പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ സാധിക്കുന്നതാണ്. അധികാരികളുടെ പിന്തുണ ഉണ്ടാകുന്നതാണ്. ഗൃഹനിർമ്മാണം, വാഹനലബ്ധി എന്നിവ സാധ്യമാകുന്നതാണ്. അവിവാഹിതരായിട്ടുള്ളവർക്ക് വൈവാഹിക ജീവിതത്തിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ധനാഗമത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ല. മേടക്കൂറുകാരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അടിക്കടി അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. രാഷ്ട്രീയത്തിൽ വിരോധികളുടെ എണ്ണം കൂടുന്നതാണ്. സ്വത്ത് തർക്കങ്ങൾക്ക് മനസ്സിന്റെ സ്വാസ്ഥ്യം കെടുത്താൻ സാഹചര്യമുണ്ട്. അമിതമായിട്ടുള്ള അധ്വാനം ഉണ്ടായാലും അല്പലാഭം കൊണ്ട് തൃപ്തിപ്പെടേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധ അനിവാര്യമാണ്. സാഹസ കാര്യങ്ങൾക്ക് മുതിരാതിരിക്കുക. 7 ശനിക്കാലമാണ് എന്നത് ഓർമ്മയിൽ ഉണ്ടാകുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.